ചോദിക്കുന്നത് ഒരു രാജ്യത്തിന്റെ പുരോഗതിക്കും സംസ്കാരത്തിനും മുമ്പോട്ടുള്ള പോക്കിനും ഗുണം ചെയ്യുന്നു. ഈ എല്ലാ സംസ്കാരവും എല്ലാം നമ്മൾ പറയുമ്പോൾ ഒരിടത്തും ഒരു പരിധിയില്ലാതെ പോവുകയല്ലേ. പരിധിയില്ലാത്ത സംസ്കാരം അല്ലെങ്കിൽ പരിധിയില്ലാത്ത ദേശീയത എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞത് എന്താണ്? ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ മാത്രം ദേശീയതയല്ല. പല മതവിഭാഗങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഈ പല മതവിഭാഗങ്ങളുടെയും ദേശീയത, അതുപോലെ ഭാഷാ ദേശീയതകളുണ്ട്, വംശീയ ദേശീയതകളുണ്ട്. അതൊക്കെ കൂടിക്കലർന്നുള്ള അതിൻ്റെ ആകത്തുകയാണ് നാം ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് എന്നാണ്. അതാണ് ഇന്ത്യൻ ദേശീയത. അതിനു പകരം ഹിന്ദു ദേശീയത മാത്രമാണ് ഇന്ത്യൻ ദേശീയത, അല്ലെ ഇസ്ലാമിക ദേശീയത മാത്രമാണ് ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. പക്ഷെ അത് ഇന്ത്യയുമായിട്ട് എങ്ങനെ കണക്കൂട്ട്? അവിടെ അമേരിക്കയെ നിലനിർത്തുന്ന ഇമിഗ്രൻസ് ആണ്, പ്രത്യേകിച്ച് ഇന്ത്യൻ ഡയസ്പോറ അല്ലെങ്കിൽ കൊറിയൻ അല്ലെങ്കിൽ ചൈനീസ് ഡയസ്പോറ. പക്ഷെ ഇവിടെ മോഡിയുടെ കാര്യത്തിൽ എങ്ങനെയാണ് പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്നത്? അത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കാര്യമല്ല, അത് അവിടുത്തെ പത്രപ്രവർത്തകൻ എഴുതിയ ഒരു കാര്യമാണ്. അതായത് പോസ്റ്റ് ട്രൂത്ത് എന്ന ആശയം ആ പത്രപ്രവർത്തകൻ 2016 അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 2016 കാംബ്രിഡ്ജ് ഡിക്ഷണറിയിൽ 2016 പുതിയ വാക്ക് എന്ന രൂപത്തിൽ ചേർക്കപ്പെടുന്നത്. അപ്പോൾ പോസ്റ്റ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ, പോസ്റ്റ് ട്രൂത്ത് സൊസൈറ്റിയിലെ പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ശരിയല്ലാത്തൊരു കാര്യം ശരിയായ സന്ദർഭത്തിൽ ശരിയാണെന്ന് തോന്നിപ്പിക്കും വിധം അവതരിപ്പിക്കുക. അത് ട്രംപ് ചെയ്തു. കാരണം അവിടെ അമേരിക്കക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ചും 2001 സെപ്റ്റംബർ 11 ഭീകരാക്രമണം നടന്നു. അതിന് പിന്നിൽ മുസ്ലിം തീവ്രവാദികളാണ് പ്രവർത്തിച്ചത്. അപ്പോൾ മുസ്ലിം തീവ്രവാദികളൊക്കെ ഈ കുടിയേറ്റ നിയമം വളരെ ഇലാസ്റ്റിക്, വളരെ ലഘുവായതുകൊണ്ട് കുടിയേറ്റം എന്ന് പറയുന്നത് സുഗമമായിട്ട് നടക്കുന്നു, ആർക്കും കടന്നു വരാം. ഈ കടന്നു വരുന്നവരുടെ കൂട്ടത്തിൽ തീവ്രവാദികളുണ്ടോ എന്ന് മനസ്സിലാക്കാനാവില്ല. അതുപോലെ മെക്സിക്കൻസ് ഏഷ്യയിലെ പല രാജ്യങ്ങളിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഒക്കെ അങ്ങോട്ട് പോകുന്നു. അതുകൊണ്ട് അമേരിക്കക്കാരുടെ തൊഴിലവസരങ്ങൾ കുറയുന്നു. അതിൽ ഭാഗ്യമായ സത്യമുണ്ടാവും. അത് മാത്രമാണ് എല്ലാ പ്രശ്നത്തിൻ്റെയും ഉറവിടം എന്ന രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് അവിടെ ചെയ്തത്. അത് ഒരു പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. ഇന്ത്യയിലെ പ്രശ്നം എന്താണ്? ഇന്ത്യയിലെ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളാണ്. ന്യൂനപക്ഷങ്ങൾ ഇല്ലാതായാൽ ഇന്ത്യ സ്വർഗഭൂമിയാകും എന്ന ശരിയല്ലാത്ത കാര്യം ശരിയായ സന്ദർഭത്തിൽ ശരിയെന്ന് തോന്നിപ്പിക്കും വിധം അവതരിപ്പിക്കുന്നതിലാണ് മോഡി വിജയിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത് പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സ്. എല്ലാം പറയാൻ കഴിഞ്ഞു. ഇവിടെ അനുസ്മരിക്കപ്പെടുന്ന സഖാവ് TKVയുടെ ഉജ്ജ്വല സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇവിടെ പ്രഭാഷണത്തിന് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന വിഷയം സ്വാഗതം പറഞ്ഞ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ, അതുപോലെ അധ്യക്ഷനും സൂചിപ്പിച്ചതുപോലെ, വർത്തമാന ചരിത്ര സന്ദർഭത്തിൽ ഏറ്റവും പ്രസക്തിയുള്ള വിഷയമാണ്. ദേശീയത, സംസ്കാരം എന്നീ രണ്ട് പരികൽപ്പനകൾ ഏറെ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വിധേയമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഈ വിഷയം ഇവിടെ ചർച്ചയ്ക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത്. ഈ രണ്ട് പരികൽപ്പനകളെയും രണ്ട് തരത്തിൽ സമീപിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. വിശാലാർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്.
2 തരത്തിലെന്ന് പറയുമ്പോൾ ചിലപ്പോൾ 3 തരത്തിലും 4 തരത്തിലും 10 തരത്തിലും ഒക്കെ ഈ വിഷയത്തെ സമീപിക്കുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിലുണ്ടാകും. പക്ഷേ വിശാലാർത്ഥത്തിൽ പറഞ്ഞാൽ സംസ്കാരം, ദേശീയത എന്നീ 2 സങ്കല്പങ്ങളെ, പരികല്പനകളെ 2 തരത്തിൽ സമീപിക്കുന്ന ആളുകളാണ്. അതിൽ ഒരു കൂട്ടർ ശുദ്ധ സംസ്കാരവാദികളും ശുദ്ധ ദേശീയതാവാദികളുമാണ്. രണ്ടാമത്തെ കൂട്ടർ സംസ്കാരത്തിൻ്റെയും ദേശീയതയുടെയും കാര്യത്തിൽ ശുദ്ധവാദം അല്ലെങ്കിൽ ശുദ്ധിവാദം അംഗീകരിക്കുന്നില്ല. നാം എല്ലാം ഇഷ്ടപ്പെടുന്ന വാക്കാണ് ശുദ്ധി എന്ന് പറയുന്നത്. ശുദ്ധി, ശുദ്ധം, പ്യൂരിറ്റി എന്നൊക്കെ ഇംഗ്ലീഷിലൊക്കെ പറയുമ്പോൾ നാം എല്ലാം അത് ഇഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ നാം ശ്വസിക്കുന്ന വായു ശുദ്ധമായിരിക്കണം, നാം കുടിക്കുന്ന വെള്ളം ശുദ്ധമായിരിക്കണം, നാം കഴിക്കുന്ന ഭക്ഷണം ശുദ്ധമായിരിക്കണം, നമ്മുടെ വസ്ത്രം ശുദ്ധമായിരിക്കണം, പാർപ്പിടം ശുദ്ധമായിരിക്കണം, പരിസരങ്ങൾ ശുദ്ധമായിരിക്കണം, ഔഷധങ്ങൾ ശുദ്ധമായിരിക്കണം, അന്തരീക്ഷം ശുദ്ധമായിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മിക്കവാറും എല്ലാ മേഖലകളും ശുദ്ധമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ ശുദ്ധമായിരിക്കാൻ പാടില്ലാത്ത ഒരു വസ്തുവുണ്ട്, ശുദ്ധമായിരിക്കാൻ പാടില്ലാത്ത ഒരു പ്രതിഭാസമുണ്ട്. ആ പ്രതിഭാസത്തിൻ്റെ പേരാണ് സംസ്കാരം. സംസ്കാരം ശുദ്ധമായിരിക്കാൻ പാടില്ല. മറ്റു വിധത്തിൽ പറഞ്ഞാൽ സംസ്കാരം ശുദ്ധമാവുക സാധ്യമല്ല. കാരണം കാലത്തിൻ്റെ പ്രവാഹത്തിൽ സംസ്കാരം പല സംസ്കാരങ്ങളുമായി കൂടിക്കലരുന്നു. ഇന്ന് ഭൂമുഖത്തുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു സംസ്കാരവും കൂടിക്കലരാത്ത സംസ്കാരമല്ല. എല്ലാ സംസ്കാരത്തിലും കലർപ്പുണ്ട്. അത് ചരിത്രപരമായ അനിവാര്യതയാണ്. നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക സംസ്കാരത്തെ ചൂണ്ടി ആ സംസ്കാരം ശുദ്ധമാണ് എന്ന്, ആ സംസ്കാരത്തിന് കലർപ്പില്ല എന്ന്, ആ സംസ്കാരം മറ്റു സംസ്കാരങ്ങളുമായിട്ട് ഇടപഴകിയിട്ടില്ല എന്ന് പറയാൻ സാധ്യമല്ല. നമ്മുടെ സമൂഹത്തിൽ ശുദ്ധമായ ആര്യ സംസ്കാരത്തെക്കുറിച്ച് സംസാരിക്കുന്നവരുണ്ട്, ശുദ്ധമായ അറേബ്യൻ സംസ്കാരത്തെക്കുറിച്ച് സംസാരിക്കുന്നവരുണ്ട്, ശുദ്ധമായ യൂറോപ്യൻ സംസ്കാരത്തെക്കുറിച്ചും ശുദ്ധമായ ആഫ്രിക്കൻ സംസ്കാരത്തെക്കുറിച്ചും സംസാരിക്കുന്നവരുണ്ട്. അതുപോലെ ശുദ്ധമായ ഹൈന്ദവ സംസ്കാരത്തെക്കുറിച്ചും ശുദ്ധമായ ഇസ്ലാമിക സംസ്കാരത്തെക്കുറിച്ചും ശുദ്ധമായ ക്രൈസ്തവ സംസ്കാരത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ ശുദ്ധമായ ആര്യൻ സംസ്കാരമോ ശുദ്ധമായ അറേബ്യൻ സംസ്കാരമോ ശുദ്ധമായ പാശ്ചാത്യ സംസ്കാരമോ ശുദ്ധമായ പൗരസ്ത്യ സംസ്കാരമോ ശുദ്ധമായ ഹൈന്ദവ ഇസ്ലാമിക ക്രൈസ്തവ സംസ്കാരങ്ങളോ ഇല്ല. കാരണം കാലത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ എല്ലാ സംസ്കാരങ്ങളും പരസ്പരം കൂടിക്കലർന്നിട്ടുണ്ട്. ആര്യൻ സംസ്കാരത്തെ ചൂണ്ടി ആ സംസ്കാരത്തിൽ മറ്റൊരു സംസ്കാരവും, ദ്രാവിഡ സംസ്കാരം ആ സംസ്കാരവുമായിട്ട് കൂടിക്കലർന്നിട്ടില്ല. അനാര്യൻ സംസ്കാരങ്ങളൊന്നും ആര്യൻ സംസ്കാരവുമായി കൂടിക്കലർന്നിട്ടില്ല എന്ന് ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക് പറയാൻ കഴിയില്ല. കാലം മുന്നോട്ട് പോകും തോറും എല്ലാ സംസ്കാരങ്ങളും കൂടിക്കലർന്നു. ഇത് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമാണ് ഭാഷാ സംസ്കാരത്തിൻ്റെ കാര്യം നമ്മൾ പരിശോധിച്ചാൽ. ഉദാഹരണത്തിന് മലയാള ഭാഷാ സംസ്കാരം അത് നമുക്ക് പരിശോധിക്കാം. എല്ലാ ഭാഷാ സംസ്കാരങ്ങളും ആദാനപ്രദാനങ്ങളിലൂടെ വികസിച്ചു വരുന്നവയാണ്. ആദാനപ്രദാനങ്ങളിലൂടെ കടന്നു പോകാത്ത ഒരു ഭാഷയും ലോകത്തില്ല. തുഞ്ചത്തെഴുത്തച്ഛൻ, മലയാള ഭാഷയുടെ പിതാവായി പരിഗണിക്കപ്പെടുന്ന തുഞ്ചത്തെഴുത്തച്ഛൻ ജീവിച്ചിരുന്ന കാലത്ത് മലയാള ഭാഷയിൽ ഇല്ലാതിരുന്ന അനേകം വാക്കുകൾ ഇന്ന് മലയാളത്തിലുണ്ട്. തുഞ്ചത്തെഴുത്തച്ഛന് സ്വപ്നം പോലും കാണാൻ കഴിയാതിരുന്ന അനേകം വാക്കുകൾ ഇന്ന് മലയാളത്തിലുണ്ട്.
ഈ വാക്കുകളൊക്കെ മറ്റു പല ഭാഷാ സംസ്കാരങ്ങളിൽ നിന്നും നമ്മുടെ മലയാള ഭാഷയിലേക്ക് കടന്നു വന്നവയാണ്. ഇൻക്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിക്കാത്ത മലയാളികളുണ്ടാവില്ല. പക്ഷെ ഇൻക്ലാബ് സിന്ദാബാദ് എന്ന ഈ വാചകം, ആ രണ്ട് വാക്കുകൾ എവിടെ നിന്നാണ് മലയാള ഭാഷയ്ക്ക് ലഭിച്ചത്? എവിടെ നിന്നാണ് മലയാള ഭാഷാ സംസ്കാരത്തിൽ ലഭിച്ചത്? ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് പറയുന്നത് അറബി പേർഷ്യൻ ഭാഷകളിൽ നിന്ന് നാം കടം കൊണ്ട വാക്കാണ്. ഇന്ന് ഒരു മലയാളിക്കും കാറിൽ സഞ്ചരിക്കാൻ കഴിയും, ബസ്സിൽ സഞ്ചരിക്കാൻ കഴിയും. പക്ഷേ കാറിനും ബസ്സിനും തത്തുല്യമായ മലയാള പദങ്ങൾ ഉപയോഗിച്ചുള്ള വാഹനത്തിൽ സഞ്ചരിക്കാൻ കഴിയില്ല. കാരണം മലയാളികൾ സ്വാംശീകരിച്ചിരിക്കുന്നു കാറിനെയും ബസ്സിനെയും ഒക്കെ ഇംഗ്ലീഷിൽ നിന്ന്. പകരം നമുക്ക് വാക്കുകളില്ല, വാക്കുകളുടെ ആവശ്യവുമില്ല. കാരണം ഭാഷ വളരുന്നത് ആദാനപ്രദാനങ്ങളിലൂടെയാണ്. നാം സർക്കാർ എന്ന വാക്ക് നിരന്തരം ഉപയോഗിക്കുന്ന വാക്കാണ്. കേരള സർക്കാർ, ഭാരത സർക്കാർ, കർണാടക സർക്കാർ എന്നൊക്കെ നാം സാധാരണ പറയുന്നു. പക്ഷെ സർക്കാർ എന്ന വാക്ക് മലയാള വാക്കല്ല. പേർഷ്യൻ ഭാഷയിൽ നിന്ന് മലയാളം സ്വാംശീകരിച്ച വാക്കാണത്. സർക്കാരും സർവത്തും സവാരിയും സവർജലുമൊക്കെ പേർഷ്യൻ വാക്കുകളാണ്. മലയാളികൾ സർവത്ത് എന്ന് പറയാറുണ്ട്, സവാരി എന്ന് പറയാറുണ്ട്, സർക്കാർ എന്ന് പറയാറുണ്ട്, സവർജൽ എന്ന് പറയാറുണ്ട്. പക്ഷെ അതൊന്നും തുഞ്ചത്തെഴുത്തച്ഛൻ്റെ കാലത്തുണ്ടായിരുന്ന, അല്ലെങ്കിൽ ചെറുശ്ശേരിയുടെ കാലത്തുണ്ടായിരുന്ന, ഒരുപക്ഷെ കുഞ്ചൻ നമ്പ്യാരുടെ പോലും കാലത്തുണ്ടായിരുന്ന വാക്കുകളല്ല ഇതൊന്നും. പിന്നീട് മലയാളത്തിലേക്ക് വന്നതാണ്. നമ്മുടെ ഗുണ്ടയും ഗുസ്തിയും ഗുമസ്തനും ഒന്നും പഴയ മലയാളത്തിലില്ല. പേർഷ്യൻ വാക്കുകളിൽ നിന്ന്, പേർഷ്യൻ ഭാഷയിൽ നിന്ന് വന്നതാണ് ഈ ഗുണ്ടയും. ആ ഗുണ്ട തന്നെയാണ് ഇംഗ്ലീഷിലേക്കും ഗൂണ്ടയായി പോയത്. GOONDA പേർഷ്യൻ വാക്കാണ്. ഗുണ്ട എന്നാണ് സുരേഷ് ഗോപി ഉച്ചരിക്കാറ്. അതാണ് ശരിയായ ഉച്ചാരണവും. ഗുണ്ട എന്നാണ്. മലയാളത്തിൽ പലപ്പോഴും നമ്മൾ ഗുണ്ട എന്നാണ് എഴുതാറ്. ആ ഗുണ്ട എന്ന വാക്കും ഗുസ്തി എന്ന വാക്കും ഗുമസ്തൻ എന്ന വാക്കും തഹസിൽദാർ എന്ന വാക്കും ഒക്കെ പേർഷ്യൻ ഭാഷയിൽ നിന്ന് വന്നതാണ്. അങ്ങനെ ധാരാളം വാക്കുകൾ മലയാള ഭാഷയിലേക്ക് അന്യഭാഷകളിൽ നിന്ന് വന്നിട്ടുണ്ട്. തിരിച്ച് അങ്ങോട്ടും പോയിട്ടുണ്ട്. മലയാളത്തിൽ നിന്ന് അറബി ഭാഷയിലേക്കും ഇംഗ്ലീഷ് ഭാഷയിലേക്കും ഒക്കെ പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ശുദ്ധമായ ഒരു മലയാള ഭാഷാ സംസ്കാരമില്ല, ശുദ്ധമായ ഒരു ഇംഗ്ലീഷ് ഭാഷാ സംസ്കാരമില്ല, ശുദ്ധമായ ഒരു അറബി ഭാഷാ സംസ്കാരമില്ല. അതുണ്ടാവുക സാധ്യമല്ല, അതിൻ്റെ ആവശ്യവുമില്ല. സംസ്കാരത്തിൽ അങ്ങനെ ശുദ്ധി ഉണ്ടാവുന്നില്ല. ഇത് ഭാഷാ സംസ്കാരത്തിൻ്റെ മാത്രം അവസ്ഥയല്ല. മതസംസ്കാരത്തിലേക്ക് കടന്നാലും ഇത് തന്നെയാണ് സ്ഥിതി. കഴിഞ്ഞ അരനൂറ്റാണ്ടായി ലോകത്ത് ഉടനീളം ഉപയോഗിച്ചു വരുന്ന ഒരു വാക്കാണിന്ന് മൾട്ടി കൾച്ചറലിസം. 1960-കളിലാണ് ഈ മൾട്ടി കൾച്ചറലിസം എന്ന വാക്ക് ഭാഷയിൽ ധാരാളമായിട്ട് ഉപയോഗിക്കപ്പെടാൻ തുടങ്ങുന്നത്. ഈ മൾട്ടി കൾച്ചറലിസം എന്ന വാക്കിൻ്റെ പിന്നിലുള്ള അവസ്ഥാവിശേഷം എന്താണ്? ഭാഷകളെപ്പോലെ തന്നെ മതങ്ങളും കൂടിക്കലർന്നു, മതസംസ്കാരങ്ങളും കൂടിക്കലർന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ശുദ്ധമായ ഹൈന്ദവ സംസ്കാരമില്ല, ശുദ്ധമായ ഇസ്ലാമിക സംസ്കാരമില്ല. കാരണം കാലം മുന്നോട്ട് പോയപ്പോൾ ഈ രണ്ട് സംസ്കാരങ്ങളും, എല്ലാ മതസംസ്കാരങ്ങളും പരസ്പരം കൂടിക്കലർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് മൾട്ടി കൾച്ചറലിസം എന്ന ആശയം ഉണ്ടാകുന്നത്. ഇന്ന് ലോകത്തുള്ള ഇന്ത്യ ഉൾപ്പെടെയുള്ള മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും നിലനിൽക്കുന്നത് മൾട്ടി കൾച്ചറൽ സമൂഹങ്ങളാണ്, ബഹുസംസ്കാര സമൂഹങ്ങളാണ്. അനേകം സംസ്കാരങ്ങൾ കൂടിക്കലർന്ന് ജീവിക്കുന്ന അവസ്ഥയാണ് മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ഉള്ളത്. ഇന്ത്യയിൽ മാത്രമല്ല, മറ്റു പല രാജ്യങ്ങളിലും. മൾട്ടി കൾച്ചറലിസം, മലയാളത്തിൽ ബഹുസംസ്കാരവാദം എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് നാം അർത്ഥമാക്കുന്നത്? മൾട്ടി കൾച്ചറലിസത്തിന് പ്രധാനമായി രണ്ട് ഘടകങ്ങളുണ്ട്.
ഒന്ന്, സാംസ്കാരിക വൈവിധ്യം അംഗീകരിക്കുക. രണ്ട്, സാംസ്കാരിക വൈവിധ്യം അംഗീകരിക്കുമ്പോൾ തന്നെ ഒരു പൊതു സംസ്കാര ബോധത്തിലേക്ക് വളരുക. പൊതു സംസ്കാര ബോധത്തിലേക്ക് വളരുക എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്റർ കൾച്ചറാലിറ്റി എന്ന അവസ്ഥയിലേക്ക് വളരുക എന്നാണ്. ഇന്റർ കൾച്ചറാലിറ്റി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമുക്ക് വേണമെങ്കിൽ അന്തർ സാംസ്കാരികത എന്നോ അല്ലെങ്കിൽ സാംസ്കാരിക പാരസ്പര്യം എന്നോ പറയാം. എങ്ങനെയാണ് സാംസ്കാരിക വൈവിധ്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ ജനങ്ങൾ ഒരു പൊതു സംസ്കാര ബോധത്തിലേക്ക് വളരുക? എങ്ങനെയാണ് സാംസ്കാരിക വൈവിധ്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്തിലെ ജനങ്ങൾ സാംസ്കാരിക പാരസ്പര്യത്തിലേക്ക് വളരുക? അത് സാധിക്കണമെങ്കിൽ സംസ്കാരത്തെ നാം മതപരമായിട്ടല്ല കാണേണ്ടത്, മതേതരമായിട്ട് കാണുകയും വിലയിരുത്തുകയും വേണം. അതെങ്ങനെയാണ് ചെയ്യുക? ഉദാഹരണം എടുക്കാം. ബുദ്ധമതത്തിന്റെ സംസ്കാരം. ബുദ്ധമതം ഒരു ഇന്ത്യൻ മതമാണ്. ഇന്ത്യയിൽ നാം വിട്ട് ഇന്ത്യയിൽ വളർന്നു വന്ന് പിന്നീട് ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലേക്കും പടർന്നു പന്തലിച്ച ഒരു മതമാണ് ബുദ്ധമതം. സ്ഥാപകൻ ബുദ്ധൻ, ശ്രീബുദ്ധൻ ഇന്ത്യക്കാരനാണ്. ഈ ബുദ്ധമതത്തിൻ്റെയും ശ്രീബുദ്ധൻ്റെയും അല്ലെങ്കിൽ ഈ ബുദ്ധമതവും ശ്രീബുദ്ധനും ആരുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗമാണ്? സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ നാം സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചും ചിന്തിക്കണം. കൾച്ചറൽ ഹെറിറ്റേജ്. ബുദ്ധനും ബുദ്ധമതവും ആരുടെ കൾച്ചറൽ ഹെറിറ്റേജിൻ്റെ ഭാഗമാണ്? ഇന്ത്യയിൽ 330 കോടി ജനങ്ങളുണ്ട്. ഇന്ത്യയിലുണ്ടായ മതമാണ് ബുദ്ധമതം. ഇന്ത്യയിലുണ്ടായിരുന്ന വ്യക്തിയാണ് ബുദ്ധൻ. അദ്ദേഹം സ്ഥാപിച്ച മതമാണത്. അതുമായി ബന്ധപ്പെട്ട സംസ്കാരവും അതുമായി ബന്ധപ്പെട്ട പൈതൃകവും ആരുടേതാണ്? ഇന്ത്യയിൽ ഇന്ന് ജീവിക്കുന്ന 130 കോടി ജനങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ഭാഗമാണോ ബുദ്ധനും ബുദ്ധമതവും? അതോ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ജീവിക്കുന്ന ഏതാനും ബുദ്ധമത വിശ്വാസികളുടെ മാത്രം സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ഭാഗമാണോ? ഞാൻ മനസ്സിലാക്കുന്നത്, നാം മതസംസ്കാരങ്ങളെ മതേതരമായി വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബുദ്ധനും ബുദ്ധമതവും ഇന്ത്യയിൽ ജീവിക്കുന്ന 130 കോടി ജനങ്ങളുടെയും, അവിടെ മതം എന്താകട്ടെ, ജാതി എന്താകട്ടെ, ഭാഷ എന്താകട്ടെ, വംശം എന്താകട്ടെ, ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരുടെയും സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ഭാഗമായിട്ട് അംഗീകരിക്കപ്പെടണം ബുദ്ധമതവും ബുദ്ധനുമൊക്കെ. കാരണം നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു മതമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ ഈ ഇന്ത്യൻ മണ്ണിൽ ജീവിക്കുന്ന എല്ലാവരുടെയും, ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും സിഖുകാരുടെയും പാർസികളുടെയും ജൈനരുടെയും ബൗദ്ധരുടെയും മറ്റെല്ലാ മതവിശ്വാസികളുടെയും പൈതൃകത്തിൻ്റെ ഭാഗമായിട്ട് അത് അംഗീകരിക്കപ്പെടണം. അതുപോലെ നമ്മുടെ രാജ്യത്ത് പ്രാചീനകാലം തൊട്ട് ധാരാളം കവികൾ ഉണ്ടായിട്ടുണ്ട്, സാഹിത്യകാരന്മാരുണ്ടായിട്ടുണ്ട്, സാഹിത്യകൃതികൾ ഉണ്ടായിട്ടുണ്ട്. സാഹിത്യത്തിനും കവിതയ്ക്കും കലയ്ക്കുമൊന്നും മതമില്ല. അങ്ങനെയാണെങ്കിൽ പ്രാചീന ഇന്ത്യയിൽ ജീവിച്ച വ്യാസനും വാൽമീകിയും കാളിദാസനും ഭാസനും ആരുടെ സംസ്കാരത്തിൻ്റെ, ആരുടെ പൈതൃകത്തിൻ്റെ അംശങ്ങളാണ്? സാഹിത്യത്തിന് മതമില്ലെങ്കിൽ, സാഹിത്യകാരന് മതമില്ലെങ്കിൽ, വാൽമീകിക്കും വ്യാസനും കാളിദാസനും ഭാസനും മതമില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ മതം നാം ഗൗനിക്കേണ്ടതല്ലെങ്കിൽ, അവർ ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന 130 കോടി ജനങ്ങളുടെയും സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗമായിട്ട് അംഗീകരിക്കപ്പെടേണ്ടവരല്ലേ? വ്യാസന്റെ മഹാഭാരതവും വാൽമീകിയുടെ രാമായണവും സാഹിത്യകൃതികളാണ്. ചിലർ അതിനെ മതഗ്രന്ഥങ്ങളായിട്ട് കാണുന്നുണ്ടാവും. മറ്റൊരു കാര്യം, ബൈബിളായാലും ഖുർആനായാലും അതൊക്കെ സാഹിത്യകൃതികളാണ്. അതുപോലെ തന്നെ ഈ രാമായണവും മഹാഭാരതവും സാഹിത്യകൃതികളാണ്. ഈ സാഹിത്യകൃതികൾ എന്ന് പറയുന്നത് ആരുടെ സംസ്കാരത്തിൻ്റെ ഭാഗം, ആരുടെ പൈതൃകത്തിൻ്റെ ഭാഗം, ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ മാത്രം സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ഭാഗമാണോ വ്യാസന്റെയും വാൽമീകിയുടെയും കൃതികൾ?
കാളിദാസന്റെയും ഭാസന്റെയും കൃതികൾ, അതൊക്കെ സാഹിത്യമാണെങ്കിൽ അത് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ അവകാശപ്പെട്ട സാംസ്കാരിക പൈതൃകത്തിൻ്റെ അംശങ്ങളായിട്ട് വേണം അംഗീകരിക്കപ്പെടാൻ. അതുപോലെ മധ്യകാല ഇന്ത്യയിൽ ജീവിച്ച ചില സാഹിത്യകാരന്മാരുണ്ട്. ഉദാഹരണമാണ് കബീർ, മറ്റൊരു ഉദാഹരണമാണ് റഹീം, റസ്കാൻ, സൗദ, ഇങ്ങനെയുള്ള ഒട്ടേറെ പേര് മധ്യകാല ഇന്ത്യയിൽ ജീവിച്ചു. അവരുടെ മതപശ്ചാത്തലം നോക്കുമ്പോൾ അവർ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരല്ല. പക്ഷെ കബീറിൻ്റെ ദോഹയും റഹീമിൻ്റെ ദോഹയും ഒക്കെ, റസ്കാൻ്റെ കൃതികൾ, മിർസ ഗാലിബിൻ്റെ കൃതികൾ, ഇതൊക്കെ ആരുടെ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ഭാഗമാണ്? ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ മാത്രം സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ഭാഗമാണോ? അതോ ഇന്ത്യയിൽ ജീവിക്കുന്ന സമസ്ത ജനവിഭാഗങ്ങളുടെയും മതഭേദമില്ലാതെ ജാതിഭേദമില്ലാതെ സമസ്ത ജനവിഭാഗങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ഭാഗമാണോ റഹീമിൻ്റെയും അതുപോലെ കബീറിൻ്റെയും മിർസ ഗാലിബിൻ്റെയും റസ്കാൻ്റെയും മറ്റും കൃതികൾ? ആണ് എന്ന് അംഗീകരിക്കപ്പെടുമ്പോഴാണ് നാം സംസ്കാരത്തെ മതേതരമായി വീക്ഷിക്കുന്നത്. അതൊക്കെ സാഹിത്യത്തിൻ്റെ കാര്യം. ദർശനത്തിലേക്ക് കടന്നു ചെല്ലുക, തത്വചിന്തയിലേക്ക് കടന്നു ചെല്ലുക. സാഹിത്യത്തിന് മതമില്ലാത്തതുപോലെ ദർശനത്തിനും മതമില്ല. തത്വചിന്തയ്ക്ക് മതമില്ലെങ്കിൽ, ദർശനത്തിന് മതമില്ലെങ്കിൽ, ഇന്ത്യൻ ദർശനത്തിൻ്റെ, ഇന്ത്യൻ തത്വചിന്തയുടെ ആദ്യ കിരണങ്ങൾ എന്ന് കെ ദാമോദരൻ വിശേഷിപ്പിച്ച വേദോപനിഷത്തുകൾ ആരുടെ സംസ്കാരത്തിൻ്റെയും ആരുടെ പൈതൃകത്തിൻ്റെയും ഭാഗമാണ്? വേദോപനിഷത്തുകൾ ഇന്ത്യൻ ദർശനത്തിൻ്റെ, ഭാരതീയ തത്വചിന്തയുടെ ആദ്യത്തെ കിരണങ്ങളാണെങ്കിൽ അതിനെ നാം ഏതെങ്കിലും ഒരു പ്രത്യേക മതസംസ്കാരത്തിൻ്റെയോ പ്രത്യേക മതവിഭാഗത്തിൻ്റെയോ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗമായിട്ടല്ല കാണേണ്ടത്. അതിനെ ഇന്ത്യയിൽ ജീവിക്കുന്ന സമസ്ത ജനവിഭാഗങ്ങളുടെയും സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗമായിട്ട് കാണണം. അങ്ങനെ വരുമ്പോൾ പ്രാചീന ഭാരതത്തിൽ, പ്രാചീന ഇന്ത്യയിൽ നിരീശ്വരവാദമുണ്ടായിരുന്നു, ഈശ്വരവാദമുണ്ടായിരുന്നു, ഏകേശ്വരവാദമുണ്ടായിരുന്നു, അനേകേശ്വരവാദമുണ്ടായിരുന്നു. പ്രാചീന ഭാരതത്തിൽ അദ്വൈതമുണ്ടായിരുന്നു, ദ്വൈതമുണ്ടായിരുന്നു, വിശിഷ്ടാദ്വൈതമുണ്ടായിരുന്നു. ഇതൊക്കെ ദർശനത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ മധ്യകാല ഇന്ത്യയിൽ സൂഫിസം എന്ന ദർശന ചിന്താ പദ്ധതിയും ഉണ്ടായിരുന്നു. ഇതൊക്കെ ആരുടെ സംസ്കാരത്തിൻ്റെയും ആരുടെ പൈതൃകത്തിൻ്റെയും ഭാഗം? അദ്വൈതവും ദ്വൈതവും വിശിഷ്ടാദ്വൈതവും, അല്ലെങ്കിൽ പ്രാചീന ഭാരതത്തിൽ നിലനിന്ന ചാർവാകമതം എന്ന നിരീശ്വരവാദപരമായ മതവും, സ്വേശ്വര മതവും, അനേകേശ്വര മതവും, ഏകേശ്വര മതവും ഒക്കെ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ മാത്രമാണോ? സൂഫിസം ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ മാത്രം സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ഭാഗമാണോ? അങ്ങനെയല്ല കാണേണ്ടത്. ഇതൊക്കെ ഇന്ത്യയിൽ ഉണ്ടായതാണെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന, മുമ്പ് ജീവിച്ച, ഇപ്പോഴും ജീവിക്കുന്ന, ഇനിയും ജീവിക്കാൻ പോകുന്ന എല്ലാ ജനവിഭാഗങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ഭാഗങ്ങളായിട്ട് ഇവയൊക്കെ കാണാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് നാം മതേതരമായിട്ട് ആ വിഷയങ്ങളൊക്കെ കാണുന്നത്. ദർശനത്തിലും അതുപോലെ സാഹിത്യത്തിലും മാത്രമല്ല, വാസ്തുശില്പത്തിലും, കലയിലേക്ക് ചെന്ന് നോക്കിയാലും ഇതാണ് അവസ്ഥ. നമ്മുടെ രാജ്യത്ത് പഴയ കാലത്ത് നിർമ്മിക്കപ്പെട്ട അനേകം ദേവാലയങ്ങളുണ്ട്, ക്ഷേത്രങ്ങളുണ്ട്,